നീ വന്നോ? പുതിയ ലുക്കിലൊക്കെ സുഖല്ലേ? എന്തുടെയായിരുന്നു? ഫ്ലാഷ് ബാക്ക്. എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? ചേട്ടാ വേറെ ടോക്കാണ് പോണത്. പറയാൻ പറ്റില്ല. ഇത്രയും നീ പറഞ്ഞില്ല, അതും കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു, പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. ഞാനല്ലോ വെളുപ്പിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ മരുഭൂമി അല്ലെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാമോ? ഒരിക്കലും ഇല്ല. ഞാൻ തിരിച്ച് എല്ലാ സീസണും പിടിക്കണല്ലോ നമ്മള്. സമ്മർ വരും, വേനൽക്കാലം വരും, മഴക്കാലം വരും, തണുപ്പ് വരും, അല്ലേ? സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ്. ചേട്ടൻ അതൊരു പുത്തരിയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? അത് സത്യം, അത് ഭയങ്കര ടഫ് ചോദ്യം അല്ലേ? ബ്രില്യന്റ്. അതെ അതെ. അല്ല, ഇതിപ്പം ഈ വിജയം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നീ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഇതിൻ്റെ കാരണം ഞാൻ ഈ വർഷത്തെ എൻ്റെ 12ാമത്തെ പടം ഇത്. ഈ മാസം എത്ര മാസമായി കാണും? 9 മാസം. 9 മാസത്തിൽ 12ാമത്തെ പടം, അല്ലെങ്കിൽ 10ാമത്തെ പടം. താങ്ക് യു. 10 11 പടമായി. അതിലിപ്പോൾ പ്രിൻസ്, ഉജ്ജ്വലൻ, പിന്നെ ഏതായിരുന്നു? വള. സോറിയില്ലേ, പിന്നെ വള. 3 പടം. അപ്പം 10ൽ 100. അപ്പം 100 കൂട്ടിക്കോ മാർക്ക്. 100ൽ 30. ജസ്റ്റ് പാസ്. അയ്യോ, ആണോ? സോറി. ഏതാ പാസ്സല്ലേ? അപ്പം ജസ്റ്റ് പാസ്സിലിരിക്കുക. അപ്പം എനിക്കിതിലൊക്കെ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നുമില്ല. അതിനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് പാസ്സായപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരുപാട് സിനിമകൾ ചെയ്യുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സിനിമകൾ ചെയ്യുന്നു. അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിന് തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല. കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാണ്. ഒരു വേനൽക്കാലം വരുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല. അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും. നീ ചിലപ്പോൾ എന്നെ വെറുക്കും.